ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പൂഴി വാരാൻ പോകണം. കടപ്പുറത്ത് പൂഴി വാരാൻ പോകണം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കടപ്പുറത്ത് പൂഴി വാരാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു വാർഷികം, നമ്മുടെ അമ്പലത്തിൻ്റെ വാർഷികം ഉണ്ടെന്ന്. ഇതാണ് ആ അമ്പലം, ഭണ്ണാരമൂർത്തിയുടെ അമ്പലം. അവിടെ വാർഷികമാണ് നാളെ. അപ്പോൾ അവിടെ ഹോമകുണ്ടത്തിലിടാൻ വേണ്ടിയിട്ട് നാളെ പൂജയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹോമകുണ്ടത്തിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂഴി വേണം, ഒരു ചാക്ക് പൂഴി വേണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഏട്ടൻ വന്നതിന് ശേഷമാണ് പോവുക. അപ്പോൾ ബാക്കി നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നേ തന്നെ ഒരു പീടികയുണ്ട്. അപ്പോൾ മക്കൾ അവിടുന്ന് ലേസ് മേടിക്കാണ് കേട്ടോ. അവരുടെ ഫേവറേറ്റാണ് ലേസ്. എത്ര കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലേസേ മേടിക്കുള്ളൂ. അങ്ങനെ അവർ ലേസും കോലുമുട്ടായും വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ മെയിൻ. ഓക്കെ, അപ്പം നമ്മളിതാ കടപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ്, കടപ്പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. പിന്നെ അവിടെ നമുക്കൊരു പ്രാവിൻ്റെ ഒരു കൂടുണ്ട്. കുറേ പ്രാവുകളുണ്ട് കേട്ടോ അവിടെ. അവർ വളർത്തുന്നതാണ്, കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് വളർത്തുന്നതാണ്. കുറേ പ്രാവുകളുണ്ട്. ഓക്കെ, അപ്പോൾ മോൻ അവിടത്തേക്ക് പോയിട്ടുണ്ട്. ഓനെപ്പോഴും കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നേരെ പ്രാവിൻ്റെ അടുത്തേക്കാണ് പോവുക. അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഓക്കെ, അതിനെ തൊട്ട് കളിക്കും അവൻ അങ്ങനത്തെ പേടിയൊന്നുമില്ല. അവൻ നല്ലോണം അത് തൊട്ട് കളിക്കും. അതിനെ കയ്യിലൊക്കെ പിടിക്കും, തലയിലൊക്കെ വെച്ച് കൊടുക്കും അവൻ്റെ അച്ഛൻ. അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പോൾ അത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് വാശി പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടിൻ്റെ അകത്തുണ്ടോ കുറേ പ്രാവ് ഉണ്ടോ നിങ്ങൾ, പല കളറിലുള്ള പ്രാവുകൾ. അപ്പോൾ അവൻ്റെ അച്ഛൻ അത് എടുത്തു കൊടുക്കുന്നുണ്ട്. കാരണം അവൻ്റെ വാശിക്ക് മുന്നിൽ നടക്കില്ല, അത് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു പേടി എന്ന് പറയുന്ന സംഭവം ഓനില്ല. നല്ലോണം അതിങ്ങനെ തൊട്ട് കളിക്കുന്നതാണ്. അതിനെ എടുക്കണം എന്നല്ല ഉണ്ട്, പക്ഷേ ഓക്കെ നമ്മളിതാ കടപ്പുറത്തെത്തി. അവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഇതെല്ലാം എൻ്റെ മോൻ്റെ സ്കൂളിലത്തെ കുട്ടികളാണ്. അവർ കടപ്പുറമുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഓരോടി കുറച്ച് സംസാരിക്കുന്നുണ്ട് ഏട്ടൻ. പിന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. അവരെല്ലാവരോടും നല്ലൊരു സംസാരിക്കുകയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അവർക്ക് പൂഴി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കളിയാണ്. ഓക്കെ, മറ്റുള്ള കുട്ടികളും അവിടുന്ന് കളിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കടപ്പുറത്തേക്ക് പോക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കടലിലെ കാറ്റ് അത്ര പിടിക്കൂല. അവർക്ക് അസുഖം വരും, പനി വരും. രാത്രി കടൽക്കാറ്റ് കൊള്ളുന്ന സമയത്ത് അവർക്ക് രാത്രി പനി വരും. സോ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പോവും. ഓക്കെ, അപ്പോൾ പൂഴിയൊക്കെ എടുത്ത് കഴിഞ്ഞ് പൂഴിക്ക് നല്ല തുളയുണ്ട്. അത് നമ്മളിങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നതാണ്. പൂഴിക്ക് നല്ല തുളയുണ്ട്, നല്ല പൂഴിയൊക്കെ അപ്പാടിങ്ങ് പോരുന്നതാണ്. ഓക്കെ, അപ്പോൾ കല്ല് വെച്ചിട്ട് അടക്കാൻ നോക്കി, പക്ഷേ നടക്കൂല. നമ്മൾ വേറൊരാളോട് പറഞ്ഞിട്ട് അവിടുന്ന് ചാക്ക് മേടിച്ച് അവിടുന്ന് എടുത്തിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ വീട്ടിലോട്ട് കടക്കുന്നു. വീട്ടിലെത്താനായിട്ട് നമ്മൾ നേരെ കാണുന്നതാണ് നമ്മളെ വീട്. ഓക്കെ, അപ്പോൾ നമ്മൾ പൂഴിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഒറ്റൊരു ചാക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മക്കൾ ഭയങ്കര കളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ. മക്കൾ ഭയങ്കര കളിയായിരുന്നു. നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടുള്ള വെയിലായിരുന്നു. പക്ഷേ ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർ നല്ല കളിയായിരുന്നു. വന്നതിന് ശേഷം അവർ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ്. എന്താ അതോ ചെരുപ്പിന്. ഓക്കെ, അപ്പോൾ അപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ രാവിലത്തെ ഒരു സമയം. അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 12:20 ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുവാണ് കോനായിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ജാമ്പക്ക മരം. കുറേ ജാമ്പക്ക ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
കുറേ ചാമ്പക്ക ഉണ്ട് കേട്ടോ. പഴുത്തിട്ടില്ല, നന്നായിട്ട് പഴുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ജാമ്പക്ക മരം കുറേ ജാമ്പക്ക മരം ഉണ്ട്. അതൊക്കെ ചെറുതാണ്. ഈ ഒറ്റൊന്നേ വലുതായിട്ടുള്ളൂ. നല്ല വലുത് നമുക്ക് ജാമ്പക്ക തരുന്നത് ഈ ഒരൊറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ഇതധികം പഴുത്തിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് പച്ചയാണ്, എന്നാലും ഇവരെടുത്ത് കഴിക്കും. പിന്നെ ചെറുതായിട്ട് പുഴു കുത്തുന്നുണ്ട്. പക്ഷേ അത് ചിലതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പുഴു കുത്തുന്നത്. എന്നാലും നല്ല ടേസ്റ്റാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവർ നല്ലോണം കഴിക്കും, മക്കൾ നല്ലോണം കഴിക്കും. പിന്നെ മാങ്ങ മരമുണ്ട്. നമുക്ക് മാങ്ങ മരം കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈ എത്തുന്ന ദൂരത്തിൽ മാങ്ങയുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ തിന്നുന്ന മാങ്ങ മരം. എന്ന് വെച്ചാൽ തിന്നാൻ പറ്റിയ മാങ്ങയാണ് ഇതിൻ്റെ മുകളിലുള്ളത്. നല്ല തിന്നാൻ പറ്റിയ മാങ്ങ കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നല്ല മാങ്ങയാണ്. നമ്മുടെ ഒരു ചുവപ്പ് കളറാകുന്നൊരു മാങ്ങയാണിത്. നല്ല ടേസ്റ്റാണ്. കുറേയൊക്കെ നമ്മൾ പറിച്ച് അച്ചാറിട്ട് ഉപ്പിലിട്ട് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു മാങ്ങ മരം. ഇത് നമ്മുടെ ടെറസിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റിയ, പറിക്കാൻ പറ്റിയ മാങ്ങയാണ്. വേണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയൊക്കെ കുറേ മാങ്ങ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? കുറേ മാങ്ങ ഉണ്ട് കേട്ടോ. ഓക്കെ, കയ്യിലെത്തുന്നിടത്ത് കുറേ ഉണ്ട്. അതൊക്കെ നമ്മൾ കുറേ പറിച്ചു, വലുതായത് പറിച്ചു. ഇതൊക്കെ ചെറുതാട്ടോ, ഇതൊക്കെ ചെറുതാണ്. നമ്മൾ കുറേ പറിച്ചു ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് കണ്ടില്ലേ? പിന്നെ വേറൊരു മാങ്ങ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒട്ടുമാവ് എന്ന് പറയും. അത് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണില്ല, നമുക്ക് താഴെ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒട്ടുമാവുണ്ട്. അതെന്ന് വെച്ചാൽ 2 തരത്തിലുള്ള മാങ്ങ അതിന്മേൽ ഉണ്ടാകുന്നുണ്ട്. 2 തരത്തിലുള്ള മാങ്ങ കേട്ടോ. ഒന്ന് കറിയിലിടാൻ പറ്റിയൊരു മാങ്ങയുണ്ട്, പിന്നെ ഒന്ന് നല്ല ടേസ്റ്റുള്ള തിന്നാൻ പറ്റിയ മാങ്ങയുണ്ട്. അതും സൂപ്പറാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മരങ്ങൾ, തിന്നാൻ പറ്റിയ ഫ്രൂട്ട്സുള്ള മരങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കശുമാങ്ങ വലുതായി വരുന്നുണ്ട്. അത് ഒന്ന് പൂവിടുന്നുണ്ട്. പക്ഷേ ഇതുവരെ പഴങ്ങളൊന്നും ആയിട്ടില്ല അതിൻ്റെ മുകളിൽ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ സമയം 4:40 ആയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മുകളിൽ വന്നതാണ്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല സുഖമാണ് ഇവിടെ മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റുണ്ട്. താഴെയൊക്കെ ഭയങ്കര ചൂടാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കടപ്പുറത്തെ സൈഡാകുമ്പോൾ ഭയങ്കര വെയിലും നല്ല ചൂടും ഒക്കെ ആയിരിക്കും. പക്ഷെ മുകളിൽ വൈകുന്നേര സമയത്ത് മുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ്, നല്ല സുഖമാണ്. പിന്നെ അപ്പോൾ ഇപ്പോൾ മുകളിൽ വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്റ് കൊള്ളണം, പിന്നെ ആറിയിട്ടതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെന്താ, അപ്പോൾ ഇതാ മക്കൾ കയറി വന്നിട്ടുണ്ട്. നിങ്ങളങ്ങോട്ട് നിന്നോ. അത് ഇതാ ഒരാൾ ഉടുതുണി ഇല്ലാണ്ട് നിൽക്കുകയാണ്. അത് അടുത്ത ആളിതാ. ഓക്കെ, അപ്പോൾ മാങ്ങ കൊലയാ. ഓക്കെ, ഇത് കണ്ടോ, ഇതിപ്പോ നിലത്ത് വീണതാട്ടോ. പക്ഷെ ഇത് എന്താണ്, വാടിയതാ. നമ്മളെ നാട്ടിലില്ലാത്ത മാങ്ങയല്ല ഇത്. വേറൊരു ഇതൊരു നമ്മളെ ഇതിന്റെ വേറെ പുറത്തുള്ളൊരു പുറത്തെന്ന് വെച്ചാൽ കേരളം വിട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഒരു സൈസ് മാങ്ങ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ വയമ്പം മധുരയത്. പേര് എന്തെന്ന് എനക്കറിയില്ല. ഒരു നീലപ്പറങ്ങി പോലത്തെ ഒരു സാധനമാണ് ഇത്. ഭയങ്കര മധുര ഇത് പഴുത്ത് കഴിഞ്ഞാല്. പക്ഷെ ഇത് പൗക്കുന്നൊക്കെ ഇത് വെച്ചാല്
നല്ല അടിപൊളി മാങ്ങ മാമ്പഴം നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ല, അത് ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണ്. പച്ചക്ക് നമ്മൾ ഉപ്പും മുളകെല്ലാം ഇട്ട് തിന്നു കഴിഞ്ഞാൽ സൂപ്പർ സാധനം മാങ്ങ. ഇത് കണ്ട, ഇതുണ്ട ഞാൻ പറഞ്ഞില്ല ഒരു ചുവപ്പ് കളർ അടിക്കുന്നത്, ഇതിൻ്റെ പേര് കപ്പായി മാങ്ങ അല്ല, ഇതെന്താ കപ്പായി മാങ്ങ അല്ല. അത് ഞാൻ കാണിച്ചെടുത്തിന്. അപ്പോൾ ഇതാണ് സംഭവം. പക്ഷെ ഇത് നമ്മൾ വാടിയതാന്ന്, കഴിക്കാൻ കൊള്ളൂല. സോ ചടി. അത് കപ്പായി, അത് ഞാൻ കാണിച്ചെടുത്തിന്. അതെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ 2 ജാതി മാങ്ങ ഉണ്ടാവും. അതെല്ലാം ഞാൻ പറഞ്ഞെടുത്തിന്. അതിലൊന്ന്. ഓക്കെ, അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് കമൻസ് ഒന്നും വരാറില്ല. അപ്പം എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടണം. കാരണം എനിക്കറിയില്ല, കാരണം എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് ഇടുക, അതിലെന്തൊക്കെ പറയണം, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കൂടുതൽ മനസ്സിലാകും. ചിലപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ബോറാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. ഓക്കെ, ഇനിയിപ്പോൾ എന്നാ പരിപാടി? ഇനിയിപ്പോൾ ഒന്നുമില്ല. മോൻ ചായ കൂടുതൽ മേടിക്കാൻ പോയിട്ടുണ്ട്. ചായ കുടിക്കണം. വൈകുന്നേരം 5 മണിയായില്ല, 5 മണി, ഇപ്പം 5 മണി കേട്ടോ. അപ്പോൾ ചായ കുടിക്കണം, മോനെ പഠിപ്പിക്കണം. അവനിപ്പോൾ 1ാം ക്ലാസ്സിലാണ്. എക്സാമാണ് March 21. അപ്പോൾ അവനെ കുറച്ച് പഠിപ്പിക്കണം. ഹോംവർക്ക് ഉണ്ട്, അതൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ അങ്ങോട്ട് ഇത്രയൊക്കെ ഉള്ളൂ. വലിയ ഒന്നും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഞങ്ങൾ തിന്നുന്ന മാങ്ങയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ചാമ്പക്കൊക്കെ ഇവിടെ നല്ല കുറേ ചാമ്പക്ക ഉണ്ടായാലുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, നല്ല ചുവന്ന കളറുള്ള ചാമ്പക്ക ഇവിടെ ഉണ്ടായാൽ. പക്ഷേ ഇതിപ്പോൾ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ചെറുതുമാണ്, നല്ല വലുതായാലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 2 തരത്തിലുള്ള ചാമ്പക്ക ഉണ്ടാകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ചില സമയത്ത് ഉണ്ടാകുമ്പോൾ ഭയങ്കര വലുതായിരിക്കും, നല്ല റെഡ് കളറും ഉണ്ടാകും ചാമ്പക്ക. ചില സമയത്ത് ഇതുപോലെ ചെറുത്, പിന്നെ അതിങ്ങനെ തൊയിഞ്ഞ് വീണു പോവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളിലൊന്ന് കാണിച്ചു തരാം. അതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. അങ്ങനെയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു ചെറിയ വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.